അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല വഅളുകളും ഉപദേശങ്ങളൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ പലപ്പോഴും പല തെറ്റുകളിൽ നിന്നും ദുഷിച്ച ചിന്തകളിൽ നിന്നുമൊക്കെ നന്നാക്കിയെടുക്കാറുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് ധാരാളം സ്വഹാബത്ത് നബിയെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ ചെറിയ ഉപദേശങ്ങൾ നൽകി അവരെ തസ്കിയത്ത് ചെയ്യുകയും ചെയ്ത എത്രയോ സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന, നിങ്ങൾ നല്ല ഉപദേശങ്ങളെ കൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്, ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണം എന്നും പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം പണ്ഡിതന്മാർ വരുന്നൊരു സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാന്മാർ, ഒരുപാട് ഭരണാധികാരികൾ അത്തരം പണ്ഡിതന്മാരെയൊക്കെ കണ്ട് അവരുടെ അരികിൽ ചെന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും മനസ്സ് നന്നാക്കുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തൻ്റെ പരലോക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മനസ്സ് നന്നാവാനും ആത്മീയമായ ചിന്തകൾ ഉണ്ടാകാനും വേണ്ടി ഉപദേശിക്കാൻ പറ്റിയ ഒരു പണ്ഡിതനെ തേടി നടന്ന ഒരു ഭരണാധികാരിയുടെ കഥയാണ് ഇന്ന് ലബ്ബൈക്കയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അബ്ബാസിയ ഖിലാഫത്തിൽ ഭരണം നടത്തിയിരുന്ന ഒരു വലിയ ഭരണാധികാരിയായിരുന്നു മഹാനായ ഹാറൂനുർ റഷീദ് എന്നവർ. മഹാനവറുകൾ മക്കയിലേക്ക് വന്ന സമയം തൻ്റെ മനസ്സൊന്ന് നന്നാക്കാൻ വേണ്ടി, ആത്മീയമായ ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഅള് പറഞ്ഞു തരാൻ പറ്റിയ നല്ല പണ്ഡിതന്മാരെ തേടി നടന്ന ഒരു സംഭവം നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. മഹാനായ ഫള് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം പറയുന്നത്. മഹാനവറുകൾ പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ ഹാറൂനുർ റഷീദ് മഹാനവറുകൾ മക്കയിലേക്ക് വന്ന സമയം നേരെ എൻ്റെ അരികിലേക്കാണ് വരുന്നത്. ഭരണാധികാരിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം ചെന്നുകൊണ്ട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളൊരാളെ അയച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഭരണാധികാരിയായ ഹാറൂനുർ റഷീദ് എന്നവർ പറയുകയാണ്, എൻ്റെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത കടന്നുകൂടിയിട്ടുണ്ട്. എൻ്റെ മനസ്സൊന്ന് നന്നാക്കാൻ, ഒന്ന് ശാന്തമാക്കാൻ പറ്റിയ നല്ല ഉപദേശകരെ, നല്ല പണ്ഡിതന്മാരാരാണ് ഇപ്പോൾ മക്കയിലുള്ളത് എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തു, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് പറഞ്ഞു. മക്കയിലെ വലിയ പണ്ഡിതരാണ്. ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ധാരാളം പണ്ഡിതന്മാരുടെ ഉസ്താദുമാരിൽ പെട്ടയാളും കൂടിയാണ്. ഇത് കേട്ടപ്പോൾ ഹാറൂനുർ റഷീദ് എന്നവർ പറയുകയാണ്, എന്നാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അരികിലൊന്ന് പോകാം. അങ്ങനെ ഞങ്ങൾ മഹാനവറുകളുടെ അരികിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ വാതിൽ മുട്ടി. ഉള്ളിൽ നിന്ന് സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്, നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ വേഗത്തിൽ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു വാതിൽ തുറന്ന് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഒരാളെ അയച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ഹാറൂനുർ റഷീദ് എന്നവർ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാനായ ഹാറൂനുർ റഷീദ് എന്നവർ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല കടബാധ്യതകളും ഉണ്ടോ എന്ന്. അങ്ങനെ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു കടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹാറൂനുർ റഷീദ് എന്നവർ അവിടുത്തെ അനുയായികളോട് ആ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഫള് ഇബ്നു റബീഅ തങ്ങൾ പറയുകയാണ്, ശേഷം ഞങ്ങൾ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ നിന്ന് പുറപ്പെട്ടു. എന്നെ ഉപദേശിക്കാൻ വേണ്ടി കണ്ടെത്തിയ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് എൻ്റെ മനസ്സിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ഹാറൂനുർ റഷീദ് എന്നവർ പറയുകയാണ്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് പറഞ്ഞു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദുമാരിലൊക്കെ പെട്ടയാളാണ്. നേരെ അങ്ങോട്ട് ചെല്ലുന്നു. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായ അതേ സംഭവം തന്നെ ഈ മഹാനവറുകളുടെ അരികിലും ഉണ്ടാകും. അവിടുന്നും ഒരു സംതൃപ്തി കണ്ടെത്താൻ സാധിച്ചില്ല.
വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഭരണാധികാരി അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു ഫളൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന്. ഔലിയാക്കളിൽ പ്രമുഖരാണ്, വലിയ മഹത്വമുള്ള മഹാനും കൂടിയാണ്. കേട്ടപ്പോൾ നേരെ മഹാനവറുടെ അരികിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ മഹാനവറുകൾ നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നു. ആയത്തുകൾ ആവർത്തിച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് അവിടുത്തെ വാതിൽ മുട്ടാൻ ആവശ്യപ്പെട്ടു. ഞാൻ വാതിൽ മുട്ടി. നിസ്കാരം കഴിഞ്ഞ് ഫളൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഭരണാധികാരി നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന്. അപ്പോൾ ഫളൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കെതിരാണ് ഖലീഫയെ ഞാൻ അന്വേഷിച്ചിട്ടൊന്നും ഇല്ലല്ലോ, എനിക്ക് ആവശ്യവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഖലീഫയെ നാം അനുസരിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഫളൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നുകൊണ്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറി വിളക്ക് അണക്കുകയാണ്. എന്നിട്ട് ആ റൂമിൻ്റെ ഒരു മൂലയിൽ പോയി മഹാനവറുകൾ ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ആ റൂമിലേക്ക് കയറി മഹാനവറുകളുടെ കൈയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ആദ്യമായിട്ട് മഹാനവറുകളുടെ കയ്യിലെത്തിയത് ഭരണാധികാരിയായ ഹാറൂൻ റഷീദ് എന്നവരുടെ കൈയാണ്. ആ കൈ പിടിച്ച ഉടനെ തന്നെ മഹാനായ ഫളൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ലഹാ മിൻ കഫിൻ മാ അല്യനഹാ ഇൻ നജത്തു ഗദം മിൻ അദാബില്ലാ. എന്ത് നല്ല മൃദുലമായ കൈ! നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു എങ്കിൽ എത്ര ഭാഗ്യമായ സൗഭാഗ്യം ചെയ്ത കൈയാണ് ഇത് എന്ന് ആദ്യമായിട്ട് ഫളൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചപ്പോൾ തന്നെ ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം കേട്ടപ്പോൾ തന്നെ ഫളൽ ബിൻ റബീഅ തങ്ങൾ പറയുകയാണ്, ഇന്ന് ഏതായാലും നല്ല പരിശുദ്ധമായ ഖൽബിൽ നിന്നുള്ള നല്ല വൃത്തിയുള്ള വചനങ്ങൾ, വാക്കുകൾ നാം കേട്ടു എന്ന് പറയുകയാണ്. ശേഷം മഹാനായ ഫളൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ ഹാറൂൻ റഷീദ് തങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ലബ്ബൈക്കയിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ആ ഉപദേശങ്ങൾ പരിചയപ്പെടാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.